എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കണം. നമ്മളും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇതുവരെ തന്നിട്ടുള്ള ഞങ്ങളുടെ സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരുപാട് പേര് നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാകണമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇന്ന് നമ്മൾ ഒരു ചെറിയൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒന്നല്ല 2 റെസിപ്പീസ് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു കടലക്കറിയുടെ റെസിപ്പി കാണിക്കുന്നുണ്ട്. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ അതിനേക്കാളും നല്ല ടേസ്റ്റായി തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. വെള്ളക്കടല വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കടല കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ലപോലെ കഴുകി കുക്കറിലേക്ക് ചേർത്ത് കൊടുത്ത് മഞ്ഞളും ഉപ്പും ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മളിത് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ ഇരുന്നിട്ട് ഒരു വിസിലടിച്ചതിന് ശേഷം നമ്മൾ തിരി താത്തി വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം വെച്ച് കഴിഞ്ഞാൽ തന്നെ നല്ലപോലെ നമ്മുടെ കടല വെന്ത് കിട്ടും. അതിനുശേഷം ഞാൻ ചപ്പാത്തിയാണ് അതിൻ്റെ കൂടെ ഉണ്ടാക്കുന്നത്. ചപ്പാത്തി നല്ല സോഫ്റ്റായി ഇരിക്കാനും നല്ല ടേസ്റ്റിയായി ഇരിക്കാനും നമ്മൾ അതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസൊക്കെ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കുഴയ്ക്കുന്ന പാകം ചുട്ടെടുക്കുന്ന പാകം ഇതൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മാവെടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 ഗ്ലാസ് പാൽ കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. പാൽ കൂടെ ചേർത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു ഇളം ചൂടുള്ള പാലാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പാൽ ഇതുപോലെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. പാൽ ചേർക്കുന്ന സമയത്ത് നമ്മുടെ ചപ്പാത്തിക്ക് നല്ല സോഫ്റ്റും ടേസ്റ്റും എല്ലാം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിനാണ് നമ്മൾ പാൽ ചേർക്കുന്നത്. പിന്നെ അതിലേക്ക് നമ്മൾ വെള്ളം ചേർക്കുന്നുണ്ട്. നല്ല സോഫ്റ്റ് കിട്ടണമെങ്കിൽ നമുക്ക് അതിലേക്ക് ഒരു ഇളം ചൂടുള്ള വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കുക. അതിന് ശേഷം ഇതുപോലെ ആവുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ട് നല്ലപോലെ തന്നെ കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ കയ്യിലൊക്കെ ഒട്ടിയിട്ടുള്ള മാവൊക്കെ അതിലേക്ക് ഇതുപോലെ കറക്റ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലപോലെ കുഴച്ചെടുക്കുക. കുഴച്ചെടുത്തതിന് ശേഷം ഒരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ നല്ലപോലെ തന്നെ നമ്മുടെ മാവ് സോഫ്റ്റായി കിട്ടും. അപ്പോൾ ഞാൻ നല്ലപോലെ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഉപ്പും വെള്ളമൊക്കെ നമ്മുടെ മാവ് എടുക്കുന്നതിന് പാകത്തിനനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മാവൊക്കെ നമ്മൾ കുഴച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഇനി ഇതിവിടെ കിടന്ന് ഒന്ന് റെഡി ആവട്ടെ. അപ്പോൾ നമുക്കിനി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള അതായത് നമ്മുടെ കടലക്കറിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഉള്ളി ഇതുപോലെ തന്നെ നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷം നല്ലപോലെ കഴുകിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്യാറുള്ളത്. അത് നമ്മൾ അടുത്ത ഒരു ചേച്ചി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഉള്ളി കഴുകാറില്ലേ എന്ന് കേട്ടോ. അത് നമ്മൾ വീഡിയോയിൽ കാണിക്കാണ്ടാണ്. എന്താ പറഞ്ഞാൽ അതൊക്കെ കാണിക്കുമ്പോൾ അതെല്ലാവർക്കും കാണാൻ ഇഷ്ടമുണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ വീഡിയോ ചിലപ്പോൾ ഒരുപാട് ലെങ്ത് ആകും. അപ്പോൾ അതൊന്നും വേണ്ട പറഞ്ഞിട്ടാണ് നമ്മൾ ഇത് മാത്രം ഇങ്ങനെ കാണിക്കുന്നത്. നമ്മുടെ പഴയ വീഡിയോസിലൊക്കെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഉള്ളി ഉരുളക്കിഴങ്ങ് എല്ലാ സാധനവും കഴുകാണ്ട് നമ്മൾ ചെയ്യാറില്ല കേട്ടോ. അത് കാണിക്കാത്തത് കൊണ്ടാണ്. പിന്നെ അതുപോലെ നമ്മളതെല്ലാം ക്ലീൻ ചെയ്ത് കഴുകി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചീഞ്ചട്ടി വെച്ച് കൊടുത്ത് ഒരു 1/2 സ്പൂൺ പെരിഞ്ജീരകം, അതിലേക്ക് നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മുരിഞ്ഞ് വന്നതിലേക്ക് 3 വലിയുള്ളി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിവിടെ കിടന്ന് നല്ലപോലെ തന്നെ ഒന്ന് വഴണ്ടി വരണേണ്ട. അപ്പോൾ ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് വേണമെങ്കിൽ കുറച്ച് നമുക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ കടല നല്ലപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ തീ താത്തി വെക്കുന്നത് കൊണ്ട് തന്നെ ചെറിയ തീ കിടന്ന കടല നല്ലപോലെ വെന്ത് വരും. അപ്പോഴുമല്ല ഞാൻ എപ്പോഴും അങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. കടല മട്ടൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കുന്ന സമയത്ത് ഒരു വിസിലടിച്ച് കഴിഞ്ഞാൽ സിമ്മിൽ വെച്ചിട്ടാണ് പിന്നെ ബാക്കിയുള്ള നമ്മുടെ കടല വേവ് കേട്ടോ. അങ്ങനെ ഏകദേശമൊക്കെ നമ്മുടെ ഉള്ളി വഴണ്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് ആദ്യം തന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണയിൽ മഞ്ഞൾപ്പൊടി ചേർക്കുന്ന സമയത്ത് നല്ല കളറ് കിട്ടും കേട്ടോ നമ്മുടെ കൂട്ടാൻ. അതുകൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി എണ്ണയിൽ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ 2 സ്പൂണ് നമ്മുടെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുഞ്ഞു സ്പൂണായ കാരണമാണ് 2 സ്പൂൺ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വലിയ സ്പൂണാണെങ്കിൽ ഒരൊറ്റ സ്പൂൺ മതിയാവും കേട്ടോ. അതുകൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് നമ്മുടെ തീയൊക്കെ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ വേവിച്ച് മാറ്റി വെച്ചുള്ള കടല നമ്മളതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ മിക്സ് ചെയ്ത് നോക്കുമ്പോഴാണ് നമ്മൾ കടല കുറച്ച് കൂടുതൽ തന്നെ ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ചീനിച്ചട്ടിയിൽ ഈ കടല
മാക്സിമം കൊള്ളില്ല കേട്ടോ. എന്താ പറയുക, ഇനി ഇതിലേക്ക് ഒരു അരപ്പ് കൂടെയൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്യാൻ ഒരുപാട് കഷ്ടമാവും. അതിന് ശേഷം ഞാൻ പിന്നെ വേഗം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു. എന്തായാലും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം തിരിച്ച് നമ്മുടെ കുക്കറിലേക്ക് തന്നെ മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അരപ്പ് കൂടെ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് പാകം പോലെ കറക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാരണം ഞാനത് വീണ്ടും നമ്മുടെ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കുക്കറിലാകുമ്പോൾ പിന്നെ നമുക്ക് അരപ്പൊക്കെ കറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ ഈ കടലയെല്ലാം അതിൽ തന്നെ തിരിച്ച് ആക്കി കൊടുക്കണം കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വേറെ പാത്രങ്ങളിൽ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ കടലയൊക്കെ മാറ്റി അതിലേക്ക് ആക്കിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്തു. ഇനി ഇതിവിടെ കിടന്ന് ചെറിയ തീയിൽ ഒന്ന് സെറ്റായി വരട്ടെ. നമ്മുടെ ഉള്ളിയും കടലയും എല്ലാം കൂടെ നല്ലപോലെ തന്നെ ഒന്ന് സെറ്റായി വരട്ടെ കേട്ടോ. അതവിടെ റെഡിയാക്കാൻ വെച്ചതിന് ശേഷം ഞാൻ പിന്നെ എന്താ പറയുക, വെള്ളം കുറവായതുകൊണ്ട് ഒരു ഇത്തിരി കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടെ ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് ചൂട് വെള്ളം വേണം കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അതവിടെ റെഡിയാകുന്ന നേരം കൊണ്ട് നമ്മളിതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഒരു അരക്കപ്പ് തേങ്ങ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരു 5-6 നമ്മുടെ അണ്ടിപ്പരിപ്പ് എടുക്കുന്നുണ്ട്. 3 പച്ചമുളക് എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഒരു 1/4 സ്പൂണ് പെരിഞ്ജീരകവും കൂടെ എടുത്ത് നല്ല പോലെ തന്നെ അരച്ചെടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ച് നല്ല മഷി പോലെ വേണം കേട്ടോ നമ്മളിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും തന്നെ നമ്മുടെ കടലയൊക്കെ നല്ലപോലെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് ഇതിലേക്ക് അരച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ അരപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അരപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. തേങ്ങയുടെ അളവൊക്കെ നിങ്ങൾക്ക് കൂട്ടിയെടുക്കാം കേട്ടോ. ഇനി കുറച്ചുകൂടെ ചാറ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്കിത് കൂട്ടിയെടുക്കാവുന്നതാണ്. ഞാൻ ഒരുപാട് നീളത്തിൽ, അതായത് ഒരുപാട് ചാറായിട്ട് എടുക്കുന്നില്ല, ഒരു കുറുകിയ പരുവത്തിലാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഇത്ര വെള്ളം മാത്രം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിലേക്ക് നമ്മൾ ക്യാഷ്യൂ ചേർക്കുന്നത് കൊണ്ട് തന്നെ ടേസ്റ്റ് കൂടാനും തിക്നെസ് കൂടാനും ഒക്കെ സഹായിക്കും കേട്ടോ. അതിൽ മിക്സ് ചെയ്തതിന് ശേഷം ഞാനൊരു 1/4 സ്പൂണ് ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് എരിവിന് നമ്മൾ വേറൊന്നും ചേർക്കുന്നില്ല. പച്ചമുളകിൻ്റെ എരിവാണ് ഇതിലേക്ക് ഉണ്ടാവാറുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് കുരുമുളകിൻ്റെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ 2 മണി കുരുമുളക് കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കുക കേട്ടോ. പക്ഷേ കുരുമുളക് ചേർക്കാണ്ടാണ് നല്ല ടേസ്റ്റായിരിക്കുക. കുരുമുളക് ചേർക്കുമ്പോൾ അതിന് വേറൊരു കറിയുടെ ഒരു ടേസ്റ്റ് വരും കേട്ടോ. പിന്നെ ഒന്ന് നല്ലപോലെ തിളച്ചതിന് ശേഷം ഞാനിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂണ് നെയ്യ് കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അത് നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഈ കടലക്കറിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് മല്ലിത്തല ചേർത്ത് കൊടുക്കുക. അതും നല്ല ടേസ്റ്റാണ്. മല്ലിത്തല ഇല്ലാത്ത കാരണം ഞാൻ പിന്നെ കറിവേപ്പില മാത്രമാണ് ചേർത്ത് കൊടുത്തത്. അതുകൂടെ ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മുടെ കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചപ്പാത്തിയുടെ കാര്യങ്ങളൊക്കെ നോക്കാം അല്ലേ. അപ്പോൾ ഞാൻ ചപ്പാത്തി നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നല്ല സോഫ്റ്റായി തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ചപ്പാത്തി. ഇനി നമുക്കിത് ഓരോ ഉരുളയാക്കി മാറ്റിയെടുക്കാം. അങ്ങനെ ഞാൻ അതെല്ലാം നല്ലപോലെ ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഉരുളയാക്കി മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഉരുളയൊക്കെ ഒരുമിച്ച് തന്നെ ഉരുളയെല്ലാം എടുത്ത് വെച്ച് കഴിഞ്ഞ് നമുക്ക് പരത്തിയെടുക്കാൻ നല്ല സൗകര്യമാകും. അങ്ങനെ ഉരുളയെല്ലാം വെച്ചതിന് ശേഷം ഞാൻ പിന്നെ വേഗം തന്നെ ഒരു പേപ്പർ വെച്ച് നമ്മുടെ ചപ്പാത്തി ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ. സാധാരണ പരത്തുമ്പോൾ തന്നെ, പ്രത്യേകിച്ച് പരത്തുന്നതിലൊരു വ്യത്യാസമൊന്നുമില്ല. ഇത് സാധാരണ പരത്തുമ്പോൾ തന്നെ ഒരുപാട് അമർത്താണ്ട് നമ്മൾക്കിതൊന്ന് പരത്തിയെടുക്കാം. 2 സൈഡും തിരിച്ചിട്ടിട്ട് നല്ലപോലെ തന്നെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് തന്നെ നമ്മൾ കല്ലൊക്കെ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യമൊക്കെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് വലിയ കല്ല് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചപ്പാത്തി ഉണ്ടാക്കാറുള്ളത്. അപ്പോഴൊക്കെ നമുക്ക് ചപ്പാത്തി പെട്ടെന്ന് റെഡിയായി കിട്ടുകയും ചെയ്യും, നല്ല സോഫ്റ്റൊക്കെ ഉണ്ടാവും. പക്ഷേ നമുക്ക് ചപ്പാത്തി എപ്പോൾ കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റായിരിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ഞാൻ പിന്നീട് ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ ചപ്പാത്തി ഏത് നേരത്താണെങ്കിലും രാവിലെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിരിക്കും കേട്ടോ. ഞാൻ ചെറിയ അടുപ്പിൽ വെച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കല്ല് ചൂടായതിന് ശേഷം നമ്മൾ പരത്തി വെച്ചിട്ടുള്ള നമ്മുടെ ചപ്പാത്തി അതിലേക്ക് ചേർത്ത് കൊടുത്തു. അതൊരു ഭാഗം റെഡിയായി വരുന്ന നേരം കൊണ്ട് തന്നെ നമ്മൾ അടുത്ത ചപ്പാത്തി നമ്മൾ പരത്തിയെടുത്തു കേട്ടോ. അപ്പോൾ ഇതിലിങ്ങനെ ചെറിയ തീയിലിട്ട് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് ചപ്പാത്തി നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയും ചെയ്യും. ആ സമയം കൊണ്ട് തന്നെ നമുക്ക് വേറെ ചപ്പാത്തി, അതായത് അടുത്ത ചപ്പാത്തി പരത്തിയെടുക്കാനുള്ള സമയം കിട്ടുകയും ചെയ്യും കേട്ടോ. അങ്ങനെ ഒരു സൈഡ് റെഡി ആയപ്പോൾ ഞാൻ വേഗം തന്നെ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യിൽ നമ്മുടെ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ കുറച്ച് കൂടുതൽ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്താ പറഞ്ഞാൽ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് കേട്ടോ. സൈഡും നമ്മൾ പാകം പോലെ
റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ കാണുമ്പോൾ അറിയാം നല്ല സോഫ്റ്റ് ഉണ്ടാകും നമ്മുടെ ചപ്പാത്തിയിൽ നിന്ന്. നല്ല വെളിച്ചെണ്ണ, നമ്മൾ ആട്ടിയ വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് ചപ്പാത്തി ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ നമ്മൾ രണ്ട് സൈഡും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ല ബെറ്റർ ആയിരിക്കും കേട്ടോ ചപ്പാത്തി. ഹൈ ഫ്ലെയിമിൽ വെച്ച് ഉണ്ടാക്കുമ്പോൾ ചപ്പാത്തി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അപ്പം നല്ല സോഫ്റ്റ് ഉണ്ടാകും. പക്ഷേ പിന്നീടേക്ക് അത് ഹാർഡാകാനാണ് കേട്ടോ പതിവ്. അപ്പോൾ ഞാൻ ആദ്യം അങ്ങനെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതിൻ്റെ കൂടെ നമ്മുടെ കടലക്കറി നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വേഗം തന്നെ നമ്മുടെ ചപ്പാത്തി രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കുമ്പോൾ എന്താ പറയുക, ഉള്ളൊക്കെ പെട്ടെന്ന് വെന്ത് വരും, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കറിയും ചപ്പാത്തിയും എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. കറി കണ്ടോ നല്ല കളറിൽ അങ്ങനെ ഇരിക്കുന്നുണ്ട്. കുറുകിയ ഗ്രേവി ആയിട്ടുള്ള നമ്മുടെ കടലക്കറിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പാത്രം എടുത്തിട്ടുണ്ട്, അതിലേക്ക് നമ്മുടെ ചപ്പാത്തി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ചപ്പാത്തി ആണെങ്കിലും ചോറാണെങ്കിലും നമ്മുടെ ഈ പാത്രത്തിൽ വിളമ്പുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി എനിക്ക് തോന്നാറുള്ളത് കേട്ടോ. അങ്ങനെ നമ്മുടെ ചപ്പാത്തി റെഡിയായി, അതിലേക്ക് നമ്മൾ കടലക്കറി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ റെസ്റ്റോറൻറ്റിലേക്കാട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറിയും ചപ്പാത്തിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട്